വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവള് ഈ ബിഗ് ബോസ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബിബി കോണ്ടന്റ് തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവളെ വിചാരം എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാനൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ഒരു പ്രതികരണശേഷി ഉണ്ടാവും. അത് പ്രതികരണശേഷിയുള്ള ആൾക്കാണ്. എനിക്ക് പൊതുവേ പ്രതികരണശേഷി കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മളിത് കണ്ടിട്ടില്ലെങ്കിലും ഇനി ഫോണിൽ നിറച്ച് ഇതന്നെ കാണാൻ തന്നെ പോകുന്നത്, ട്രോളായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ട കാര്യം പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ ഈ തമിഴിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും സംഭവം. ഈ ബിഗ് ബോസിനോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ബാക്കിയുള്ള ആളെല്ലാം ഭയങ്കര എടുത്തു കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കെതിരെ നല്ലോണം കേസ് പോയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? അന്നൊന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വക്കീലിന് വരെ പോയിട്ടുണ്ട് കേസ്. സൈഡ് മെസ്സേജ് കൊടുക്കുന്നത് സെക്ഷൽ പരമായിട്ടുണ്ട്, മെസ്സേജ് കൊടുക്കുന്നു. പിന്നെ എന്താണ് അത് സെക്ഷൽ പരമായിട്ട് നിനക്കൊന്ന് ഈ മറ്റേ കോംബോ കണ്ടന്റ് ആയിരിക്കും എന്നത് ജാസ്മിൻ ഗബ്രിയും. അതൊന്നും അല്ല. അതെല്ലാം പോയിട്ടും അത് വേറെ. ഞാൻ പിന്നെ വിഷയത്തിലേക്ക് തെന്നി പോകുന്നുണ്ട്. ആ കോംബോ എടുക്കണ്ട, നമുക്ക് ഇങ്ങോട്ട് വരാം. അതായത് ഈ ബിഗ് ബോസിനോട് പറയാനുള്ളത്, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പല തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് പിന്നെ എന്നാന്ന് കൈകൊണ്ട് ചീത്തൻ്റെ അങ്ങയം അന്ന് സിബിൻ ചേട്ടൻ ചെയ്തത്. പിന്നെ വേറെ എന്തൊക്കെയോ നോറയും മറ്റേ ജിൻഡോയും പിന്നെ എന്നാന്ന് കൈ കെട്ടിയിട്ട് നോറ വൃത്തിക്ക് കളിച്ചിട്ടില്ല അന്ന് ഇൻഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടും. കാരണം ലാലേട്ടൻ അങ്ങനെ ഷഡിച്ചിട്ട് ഒന്നും എന്താ പറയുക, അതായത് ഈ ജാസ്മിനും ഗബ്രീനെ ഞാൻ അങ്ങനെ ഷഡിച്ചിട്ട് ഇങ്ങനെ ഹെഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള എപ്പിസോഡ് കാണാനായിട്ടാണോ അല്ലെങ്കിൽ ആ ഭാഗം എനിക്ക് മറ്റേ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കാണുന്നതുകൊണ്ട് ചിലതൊക്കെ കട്ടായിരിക്കും, ഈ കുറച്ച് പാർട്സെല്ലാം കട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളവരെ ഭയങ്കര ഹെഡ് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഈ പൂച്ചനെ പോലെ പതുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എനിക്ക് ബിഗ് ബോസിൽ. ഏറ്റവും ഇഷ്ടപ്പെടാത്ത, എനിക്കിഷ്ടമല്ല അവളെ ഒരു നെഗറ്റീവ്. അതായത് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് നമ്മൾ ഞാൻ സീരിയൽ കാണലൊന്നുമില്ലേ, സീരിയൽ കാണാത്ത വ്യക്തിയാണ്. പക്ഷേ അമ്മ വെക്കുമ്പോൾ ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്കറിയാം ആൾ. അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ശരണ്യന. ഈ ശരണ്യന എനിക്ക് തീരെ ഇഷ്ടമില്ല. അവളൊരിക്കൽ നോമിനേഷനിൽ ഔട്ടാകേണ്ട രീതിയിൽ വന്നതാണ്. എന്നിട്ടും എന്ത് ഗെയിമാണല്ലോ ഇത്. അവളുടെ ഗെയിമിൽ അവൾ പവർ റൂമിൽ കയറിപ്പറ്റി. നോക്കണം ഗൈസ്, ഞാൻ അവളെക്കുറിച്ചിട്ട് പിന്നെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് പിടുത്തം കിട്ടിയായിരിക്കും. ഇപ്പോൾ റെഡിക്കിലെ ഈ ബാക്കിയൊക്കെ എല്ലാവരും കണ്ടൻറ്റ് കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ശരണ്യ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് കണ്ടൻറ്റാണ് പിന്നെ ഈ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ. ഈ ജാസ്മിനും ഗബ്രീനെല്ലാം ഭയങ്കര വിസ്തരിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ അറിയിക്കുന്നുണ്ടല്ലോ. ഈ ശരണ്യ എന്ന് പറയുന്ന ആൾ എന്ത് കണ്ടൻറ്റാണ് കൊടുക്കുന്നത് പ്രേക്ഷകർക്ക്? ഇത് കുടുംബ പ്രേക്ഷകർ ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് ബിഗ് ബോസ് ഇപ്പം ഞാനോ നിങ്ങളിലോ ഒതുങ്ങുന്നില്ല, ഇൻ്റർനാഷണലാണ്, അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ എത്രയോ കോടാനുകോടി ജനങ്ങൾ ഇതിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ശരണ്യ എന്ന് പറഞ്ഞ ആൾ എന്ത് കോണ്ടൻ്റാണ് കൊടുക്കുന്നത് പറയാൻ പറ്റുമോ? കോണ്ടൻ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്ക് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ പിന്നെ ലാലേട്ടൻ അടുത്ത വീക്കെൻഡിൽ പറയും. പക്ഷേ ലാലേട്ടൻ അങ്ങനെ കുത്തി പറയുമൊന്നുമില്ല, ഒരു ഇൻഡയറക്റ്റായിട്ട് ജസ്റ്റ് പറയാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ അതായത് ഒരാളുടെ വേഷം നിർണ്ണയിക്കുന്നത് ആ വ്യക്തിയാണ്. അത് വലിയൊരു മൗലിക അവകാശം തന്നെയുണ്ട്. കാരണം നമ്മളെ പിന്നെ അന്ന് വേഷവിധാനം നമ്മൾ എങ്ങനെ നടക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നീ ചോദ്യം ചെയ്യാൻ ആരാണെന്ന് എന്നോട് ചോദിക്കും കമൻറ്റിൽ വന്നിട്ട്. ശരി തന്നെയായിരിക്കും. ഈ ശരണ്യേച്ചി നിങ്ങളൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് കുത്തിയിരുന്നോ? നിങ്ങൾ ഈ പ്രേക്ഷകർക്കൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ സെക്ഷലപരമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാരെ പ്രകോപിപ്പിക്കുമെന്ന് വെച്ചിട്ടാ, അല്ലെ ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വെച്ചിട്ടാ ഇതുപോലത്തെ ഡ്രസ്സ് ഇടുന്നേ? ഒരു പെണ്ണ് എന്നുള്ള ഈ ഒരു ടാഗിൻ്റെ വില കളയല്ലേ ഇതുപോലത്തെ തരം ഡ്രസ്സ് ഇട്ടിട്ട്? ആൾക്കാരെ കൊണ്ട് പറയിക്കലാണ്. ഇതിൻ്റെ വീട്ടിൽ നിന്നാണോ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഇടുന്നതെന്നാണ് കമൻറ്റൊക്കെ വരുന്നത് ഓരോരോ വീഡിയോസിലൊക്കെ. ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഈ പെണ്ണുങ്ങൾക്ക് തിരിയുന്നില്ലല്ലോ, ഇവളേതോ സ്വപ്ന ലോകത്താറ്റുള്ളത്. എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര വൾഗറാണ്. ഞാനൊന്ന് കാര്യം പറയട്ടെ,
ഓളെ ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ ഞാനാരുമല്ല, പക്ഷേ നമ്മളൊരു കുടുംബത്തോടെ ഇരുന്ന് കാണുന്നതല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈ സൂട്ട് ഞാൻ കൊടുക്കുക, ഈടെ ഞാൻ കൊടുക്കുക ആ ഫോട്ടോ നിങ്ങൾ നോക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ. ഇതുപോലത്തെ ഡ്രസ്സൊക്കെ പിന്നെ ഈ കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലെല്ലാം ഉള്ളിലൊക്കെ ഇടുന്നതാണ്, ഈ തണുപ്പത്ത് ഉള്ളിലൊക്കെ ഇടുന്ന ഡ്രസ്സാണത്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സത്യത്തിൽ ഇത് സെക്ഷൽ ചോയ്ക്കുന്നതാണ്, അതായത് സെക്ഷൽ ചോയുള്ള ഡ്രസ്സാണ്. അതായത് ഇവള് വിചാരം എന്നറിയോ, എനിക്ക് വേറൊരു കോണ്ടൻറ്റും ഇല്ല, അവിടെ ഒന്നുമില്ല, എനിക്ക് ഡ്രസ്സില്ലെങ്കിലും ആളെന്നെ അട്രാക്റ്റ് ചെയ്തിട്ട് വോട്ട് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. അതൊരു ഗെയിമാണല്ലോ അവളെ. എന്നാലും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ ഡ്രസ്സ് എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കാരണം റിയാക്ഷൻ തുടങ്ങി, കാരണം ഇവളുടെ ഡ്രസ്സിൻ്റെ പരാമർശമെല്ലാം എല്ലാവരും തുടങ്ങി, വീഡിയോസൊക്കെ വരാൻ തുടങ്ങി, കമൻറ്റ്സ് വരാൻ തുടങ്ങി, നമ്മളെ പ്രേക്ഷകർ തന്നെ നല്ലോണം റിയാക്ട് ചെയ്ത് തുടങ്ങി. ഇനി അടുത്ത വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയും, അത് ലാലേട്ടൻ ഉറപ്പായിട്ടും പറയുന്നത് ഞാൻ വിചാരിക്കുന്നു, പറയണം, ലാലേട്ടൻ പറഞ്ഞിരിക്കണം. കാരണം ഈ ഡ്രസ്സും വിധാനങ്ങളൊന്നും അത്ര ശരിയൊന്നുമല്ല. കാരണം കുടുംബമായിട്ട് ഇരുന്ന് കാണുന്ന ഇവൾ ഈ ഒരു ചാനൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ ഈ മക്കളെ പിന്നെ ഈ ആമക്കളെല്ലാം കാണുന്നതല്ലേ, അല്ലെങ്കിൽ പോയിട്ട് പിള്ളേർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ കാണുന്ന, പല ഏജുകാരും കാണുന്ന. നമുക്ക് ഇവളെ ഒരു സീന് വരുമ്പോൾ അതായത് നമുക്ക് തന്നെ ഒരു ചെളുപ്പാവൂലേ ഈ ടി വിയിൽ എല്ലാവരും ഇരുന്ന് കാണുമ്പോൾ. പിന്നെ അതായത് ശരണ്യ ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ തന്നെ ഈ മുഖം താഴ്ത്തി പോകും. കാരണം നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടോ ശരിക്കും? പിന്നെ ടി വിൻ്റെ സ്വിച്ച് ഓഫാക്കി പോകും. അപ്പോൾ ഈ ശരണ്യ എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചില്ല, കാരണം നമ്മൾ ഒരു സ്ത്രീനെ പറയിപ്പിക്കലാന്നോള്. ഒരു സൂപ്പർ ശരണ്യ അതായിരിക്കുള്ള വിചാരമല്ലേ. സൂപ്പറല്ല, അവള് കോപ്പ്. പോയിട്ട് നല്ല ഡ്രസ്സ് ഇടണം. എനിക്ക് വീട്ടിലൊന്നും വേറെ ആ ഡ്രസ്സൊന്നും ആരും വാങ്ങിച്ചു തരാനില്ലേ? നിൻ്റെ ഓനോട് പറ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് പറ. ഇതൊക്കെ പറയാൻ നിനക്ക് എന്തിൻ്റെ ചൊറിച്ചിലാന്ന് അങ്ങനെയല്ലേ ചിന്തിക്കുന്നുണ്ടാവുക? ഞാൻ പറയും ഗൈസ്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് കാണുന്നതോ അല്ലെങ്കിൽ ഓളാടുന്ന ഒറ്റയ്ക്ക് ഓളെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓളെ പ്രൈവറ്റ് സ്പേസ് കളിക്കുന്നതല്ല. ഇത് കുടുംബ പ്രേക്ഷകർ ഒന്നാകെ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ കോണ്ടൻറ്റ് പ്രധാനമാണ്. അത് വിചാരിച്ചിട്ട് അങ്ങ് താഴെ തട്ടിലായി പോരുത് ഈ കോണ്ടൻറ്റ് കേട്ടോ. അപ്പോൾ എന്നാൽ ഇവളെ ഒരു പവർ എന്നറിയാം, പവർ റൂമാണ്. എത്ര കാലം ഈ പവർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൂച്ചനെ പോലെ ഇങ്ങനെ ഞരങ്ങി കളിക്കുന്നത്? പവർ റൂമെന്ന് കീഞ്ഞു കഴിഞ്ഞാൽ അറിയൂ. എന്തായാലും പവർ റൂമെന്ന് കീഞ്ഞിട്ടുണ്ട്. ഇനി വരട്ട് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഔട്ടാവേണ്ടതാണ്, റെഡിക്കോൾ ഔട്ടാവേണ്ടതാണ്. എന്താ എനിക്ക് ശരണ്യ പോകണം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ വൾഗറായിട്ട് തോന്നും. സത്യത്തിൽ ഈ ബിഗ് ബോസ് തന്നെ ഈ സീസൺ തന്നെ പോക്കാന്നെന്ന് എല്ലാവരും പറയുന്നത്. അതിലിടയ്ക്ക് ഈ ഒരു നെഗറ്റീവും കൊണ്ട് വന്നിട്ട് ഉള്ളിലെന്ന് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ മറന്നുപോയി ഗൈസ്, അത് വിട്ടെ, പഴഞ്ചൊല്ലെല്ലാം വിട്ടെ. നേര് കാര്യം പറയാം. ഇനിയെങ്കിലും നീ മര്യാദയ്ക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് നടക്കണേ കേട്ടാ. നമ്മളെ ഭാഷയെ പറഞ്ഞ മര്യാദയ്ക്ക് നടക്കണേ കേട്ടാ. ബിഗ് ബോസ് ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ബാക്കി ജാസ്മിനെല്ലാം എന്താന്ന്? ജാസ്മിന് ബാക്കിയുള്ള ആളെയെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോഴാണ് തിരിഞ്ഞതല്ലേ ഈ ശരണ്യൻ്റെ കളി. എന്തായാലും ബിഗ് ബോസ് ഈ വീക്കെൻഡിൽ സംസാരിക്കുമെന്ന് എനിക്ക്, ബിഗ് ബോസ് അല്ല സോറി, ലാലേട്ടൻ ഈ വീക്കെൻഡിൽ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സംസാരിക്കണം, എനിക്കിഷ്ടമല്ല. ഓളെങ്ങനെയും പുറത്തു പോകണം. നിങ്ങളെ അഭിപ്രായം എന്നാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ശരണ്യ ഇവിടെ നിൽക്കണോ വേണ്ടയോ? ശരണ്യ എന്ത് കോണ്ടൻറ്റാണ് കൊടുക്കുന്നത്? ഓളങ്ങ് പോട്ട് ഗൈസ്, നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കണ്ട ഓക്ക്. ഞാൻ ഓവറായിട്ട് റിയാക്ട് ചെയ്തെന്ന് തോന്നിയല്ലേ ഗൈസ്? പറഞ്ഞു പോകും. കാരണം നമ്മൾ ഈ ഒരു ഒന്നടങ്കം ആൾക്കാർ കാണുന്ന ഈ പ്രോഗ്രാമിൽ ഈ കോണ്ടൻ്റാണ് ഇതിൻ്റെ മെയിൻ ഘടകം. അതന്നെ ഇല്ല, അത് വെറും ഒരു നെഗറ്റീവ് ഒരു സെക്ഷലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഓളാടെ നിലനിർത്തണോ? നിങ്ങൾ പറയൂ. ബിഗ് ബോസ് എത്ര ഈ കോണ്ടൻ്റ് എടുത്തിട്ട് വരണ്ടെന്ന് വിചാരിച്ചാലും ആൾക്കാരിങ്ങനെ എന്താ പറയുക, ഓരോ നെഗറ്റീവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് അഭിപ്രായം ഉണ്ടാവും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. എന്നിരുന്നാലും ഇപ്പം എനിക്ക് പ്രതികരിക്കാനുള്ളത് ഞാൻ പ്രതികരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം എനിക്ക് പ്രതികരിക്കാൻ അവളെ പോയിട്ടൊന്നും പ്രതികരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുന്നിൽ അങ്ങ് എന്താ പറയുക പബ്ലിക്കായിട്ടൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ ചാനലിൽ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയും. അപ്പം എൻ്റെ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ശരണ്യ
ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ശരണ്യനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതിവിടെ നിലനിൽക്കണോ, അതായത് ശരണ്യനെ പിന്നെ ശരണ്യൻ്റെ ഈ ഒരു കോണ്ടൻറ്റ്, അതായത് ഈ ഡ്രസ്സ്, ഈ സ്കിന്നി ഡ്രസ്സ് കോണ്ടൻറ്റ് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ഇൻഫോർമേഷനാണ് പാസ് ചെയ്ത് തന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് പിന്നെ യൂസ്ഫുള്ളായി, ഈ ഒരു കോണ്ടൻറ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അറിയണം, പിന്നെ അതായത് ജാസ്മിനെയും ഗബ്രീനെയും ക്രിക്കറ്റും ഫുട്ബോളും പോലെ അടിച്ച് തിമിർക്കുന്ന നിങ്ങൾ ഈ ശരണ്യനെ കുറിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് തിമിർക്കുന്നില്ല എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വന്നത്. കാരണം ബാക്കിയെല്ലാവരെയും നിങ്ങൾ ഭയങ്കരമായിട്ട് മീഡിയയിൽ, ബാക്കിയെല്ലാവരും അല്ല, മെയിൻ ജാസ്മിനെ പറയാത്ത ആരുമില്ല. ശരി, അവൾക്ക് നെഗറ്റീവ് ഉണ്ട്, അവൾ അങ്ങനെയാണ്, അവളിങ്ങനെ ഓക്കെ വട്ടവർ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതിലൊളിഞ്ഞിരിക്കുന്ന പല ആൾക്കാരുണ്ട്, അവരെയും എടുത്ത് പറയണം. ഒരാളെ മാത്രം ഫേവറിസം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ള ആളെയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അത്ര വലിയ നീട്ടിയിട്ടൊന്നും പോകുന്നില്ല. എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം, കാരണം നമ്മളൊരു സ്ത്രീയാണ്, അതായത് നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ഇതേപോലത്തെ ഡ്രസ്സ് ഇടുമ്പോൾ വീട്ടിലുള്ള ആണുങ്ങളും ഇതേ പ്രോഗ്രാം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചളുപ്പ്, അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു ചളുപ്പ്, ആ ഒരു ബേസിലാണ് ഈ കാര്യം വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ ആരും കാണാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് പിന്നെ ബ്യൂട്ടി ടിപ്സ് ചാനലാണ്, പക്ഷേ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ ബിഗ് ബോസിലെ കണ്ടൻറ്റാണ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ജാഫർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ കാണാൻ തുടങ്ങിയത്. അവളെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ടറൊന്നുമല്ല, പക്ഷേ എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ, അതുപോലെ കാണുന്നതാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ സമയമല്ലേ വൈൻഡപ്പ് ചെയ്യുന്നതാണ്, അന്ന് പോണേന്നല്ല വിചാരിക്കുന്നത്, ഞാൻ പോവുകയെന്ന് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ബൈ.